ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ തന്നെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നമുക്ക് ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് പെരി പെരി ചിക്കൻ അൽഫാം വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ തൈ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഏകദേശം 1 കിലോനോളം വരും. 4 വലിയ പീസാണ്. അപ്പോൾ നമുക്കിതൊരു ചപ്പാത്തി പോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തണം. അപ്പോൾ അടിച്ച് പരത്തിയിട്ട് നമ്മൾ അൽഫാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. മസാലക്കുള്ളിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് അടിച്ച് പരത്താനായിട്ട് പാടില്ല. അപ്പോൾ ഈ എലുമ്പെന്നൊക്കെ മാംസം തുറിച്ച് പുറത്തേക്ക് വരും. കുറച്ചൊന്ന് മാംസം കൂടുതലുള്ള ഭാഗം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് നല്ല ആഴത്തിൽ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം, മസാലക്കുള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ തൈ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ചിക്കൻ എടുത്തിട്ട് അതിന് വലിയ പീസുകളാക്കി കട്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ മാംസം കൂടുതൽ നിൽക്കുന്ന ഭാഗം ഒന്ന് അടിച്ച് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 പീസും ഇതേപോലെ ഒന്ന് അടിച്ച് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ചെറിയ ജാർ എടുക്കണം. ഇതിലേക്ക് ഒരു സവാളയുടെ, ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ പകുതി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കൈ നിറച്ച അളവിൽ മല്ലിയിലയുടെ പകുതിയായിട്ട് പുതിനയില, പിന്നെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ 3 പീസ് ഇഞ്ചിയും, ഒരു 5 അല്ലി വെളുത്തുള്ളിയും. വലിയ അല്ലി ആയതുകൊണ്ടാണ് 5 എടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 8-9 എടുക്കുക. അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിയിലും പിന്നെ തൈരിലൊക്കെയുള്ള വെള്ളം മതിയാവും ഇത് അരഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കാണാനൊരു ഭംഗിക്കും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ഭംഗി വരാൻ വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ഭാഗത്ത് ഉള്ളിലേക്കൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മസാല പരട്ടി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 4-5 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതായത് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഉണ്ടാക്കണതിന് കുറച്ച് മുന്നായിട്ട് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഉണ്ടാക്കാം. ഏറ്റവും നല്ലത് നമ്മൾ തലേദിവസമൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക. പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഒന്നും കൂടി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് ആ കട്ടയൊക്കെ മാറി തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ സോസ് നമുക്കൊരു ബൗളിൽ വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. ഒരുപാട് ഓയിലുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം വയ്ക്കുക.
നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ ഭാഗവും ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്യാം. രണ്ട് ഭാഗവും 1 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിനി കുക്ക് ചെയ്യാനായിട്ട്, എന്നാലാണ് ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചിക്കനിലത്തെ വെള്ളമൊന്നും ഇറങ്ങി വരില്ല, നല്ല കറക്റ്റ് നല്ല ടേസ്റ്റിൽ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഉൾഭാഗം പെട്ടെന്ന് വേവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മൂടി തുറന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ചെയ്താലാണ് ശരിക്കും ചിക്കൻ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും മൂടി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ ഏകദേശം ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, പുറം ഭാഗമൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് സോസ് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ ഭാഗത്തും സോസ് ഒന്ന് പുരട്ടാം. അപ്പോൾ ഈ ഭാഗത്തും സോസ് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് ഭാഗം ചെറിയൊരു രീതിയിലൊന്ന് ചൂടാക്കി കിട്ടേ വേണ്ടൂ. ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിൽ അങ്ങനെയൊന്നും വെക്കരുത്. അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് കരിഞ്ഞു പോവും, ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ സോസ് പുരട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിടേ വേണ്ടൂ. അതിനുശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള അടിപൊളി പെരി പെരി ചിക്കൻ അൽഫാമാണിത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കരുത്. അത് മാറ്റിയതിന് ശേഷം വേറെ പുതിയ ഓയിൽ ഒഴിച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ആ ചിക്കനിലുള്ള മസാലയൊക്കെ കരിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലും പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കുറച്ച് ഓയിലല്ലേ ഒഴിച്ചിട്ടല്ലേ ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഓയിൽ ആ പാനിൽ നിന്നും ഫുൾ മാറ്റിയതിന് ശേഷം പുതിയ ഓയിൽ വെച്ചിട്ട് അടുത്തത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പുകമണം കിട്ടാനായിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു പാനിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ പീസും വെച്ച് കൊടുക്കുകയാണ്. അതിന് നടുക്കിലായിട്ട് നമ്മുടെ ചാർക്കോള് ഒന്ന് കനലാക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുക വരും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് പുകമണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു 30 മിനിറ്റോളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. മൂടി തുറന്നിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെരി പെരി ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.